ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ജോലി ചെയ്യുന്നവരാണെങ്കിൽ ലേബർ കോഡ്സിലൊക്കെ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ 2025 നവംബർ 21 നമ്മുടെ ലേബർ കോഡ്സിൽ കുറച്ച് മാറ്റങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഈ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ടത് ഇതൊരു വണ്ടിയുടെ റിവ്യൂ വീഡിയോ ആണെന്നൊന്നും ആരും വിചാരിക്കരുത്. എനിക്കിതിൽ കുറച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും ലേബർ കോഡ്സിൽ വന്നിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. ലേബർ കോഡ്സിൽ വരുന്ന മാറ്റങ്ങൾ പലരും അറിയാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ മാറ്റങ്ങളും നമ്മൾ വന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് ലേബർ കോഡ്സ് 2025 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളും പുതിയ റൂൾസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ആ ഒരു പേജ്. ഇതിന് താഴെയായിട്ട് കുറേ റൂൾസ് ഉണ്ട്. അതൊക്കെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഈ ലേബർ കോഡ്സിൽ വരുന്ന മാറ്റങ്ങൾ മെയിനായിട്ട് കൂടുതലായിട്ട് തന്നെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിനേക്കാളും ഉപരി പ്രൈവറ്റ് എംപ്ലോയീസിനാണ്. കാരണം ഒരു ജോലി എന്നുള്ള രീതിക്ക് കൂടുതലായിട്ട് സഫർ ചെയ്യുന്നതും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നതും ഗവൺമെൻറ് എംപ്ലോയീസിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് എംപ്ലോയീസാണ്. കാരണം ഗവൺമെൻറ് എംപ്ലോയീസിനെന്ന് പറയുന്നത് ബെറ്റർ സാലറി ഉണ്ടാവും. അതുപോലെ തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടോ ഒരു ജോലിയിലുണ്ടാവില്ല. ആനുകൂല്യങ്ങളും അധികം കിട്ടും. പക്ഷേ ഒരു പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ ഇതിൻ്റെ പകുതി എല്ലാം കിട്ടുള്ളൂ. കറക്റ്റ് ടൈമിന് സാലറി കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ കുറച്ചേ കിട്ടുള്ളൂ. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഈ തൊഴിലില്ലായ്മ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ആർക്കും പുതിയതായിട്ട് നിയമനങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ ആണെങ്കിലും നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷനും അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റായിട്ട് പല എക്സാമിനേഷൻസും നടക്കുന്നുണ്ട്. എന്നാൽ പോലും അതിൻ്റെ അകത്ത് 4 ആൾക്കാരെ പോലും നിയമനം നടത്തുന്നില്ല എന്നാണ് സത്യം. നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് പുറത്തേക്ക് നടക്കുന്നത്. എന്ന് പറയുമ്പോൾ ജോലി കിട്ടാതെ ഒത്തിരി ആൾക്കാർ വിദേശത്തേക്ക് പോയി കഷ്ടപ്പെടുന്നുണ്ട്. അതെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാടിൻ്റെ ഒരു ദുരവസ്ഥ തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടേണ്ട ടാക്സുകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടേണ്ട ആൾക്കാരെയൊക്കെയാണ് ഈ വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്നതും അവരുടെ അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് പലരും ഇപ്പോൾ സെറ്റിലാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഒരു സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ ധാരാളം പേര് വിദേശത്തേക്ക് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഞാനും ഒരു പ്രൈവറ്റ് എംപ്ലോയി ആണ്. അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഒത്തിരി ആൾക്കാർ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഒരു ലേബർ കോഡ്സിൻ്റെ നിയമം വന്നിരിക്കുന്നത് മെയിനായിട്ട് ബാധിക്കുന്നത് പ്രൈവറ്റ് എംപ്ലോയീസിനെ മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് എംപ്ലോയീസിന് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ത് നിയമങ്ങൾ മാറിയാലും ആദ്യം അപ്ഡേറ്റ് ആവുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിനാണ്. കാരണം എന്ത് നിയമങ്ങൾ വന്നാലും ആദ്യം പാലിക്കുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് യൂണിയൻ ഉണ്ട്. ഏതൊരു തസ്തിക ആയിക്കോട്ടെ, ഏതൊരു ജോലി ആയിക്കോട്ടെ, ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ അവർക്ക് യൂണിയൻ ഉണ്ട്. അവർക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങൾ യൂണിയൻ വഴി മേടിച്ചെടുക്കാനും ആൾക്കാരുണ്ട്. പക്ഷേ പ്രൈവറ്റ് എംപ്ലോയീസിന് അതില്ല. ലേബർ നിയമത്തിൽ ആദ്യമായിട്ട് പുതിയത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മാൻഡേറ്ററി ആയിട്ട് ഒരാളെ ജോലിക്കെടുക്കുകയാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നൽകിയിരിക്കണമെന്നാണ്. നമ്മൾ പലരെയും ജോലിക്കെടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഡെലിവറി ബോയ്സ് ഉൾപ്പെടെയുള്ള ഗിഗ് വർക്കേഴ്സിന് പോലും PF, ESI, ഇൻഷുറൻസ് മുതലായ എല്ലാ സെക്യൂരിറ്റി ബെനിഫിറ്റ്സും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പലർക്കും അത് നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല. പിന്നെ നമ്മൾ കോൺട്രാക്റ്റ് ബേസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മനസ്സിലാവും, കറക്റ്റായിട്ടൊരു ഫിക്സഡ് സാലറി നമുക്ക് കൊടുക്കണമെന്നും പറയുന്നുണ്ട്. പലരും കോൺട്രാക്ടർമാരെ എമൗണ്ട് പിടിച്ചിട്ടാണ് നമുക്ക് സാലറി തരാറ്. അതൊക്കെ മാറ്റി കറക്റ്റ് ഫിക്സഡ് സാലറി കൊടുക്കണമെന്നും അത് പറയുന്നുണ്ട്. അതുപോലെ 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ജോലി ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ ചിലവിൽ ആനുവലി അവർക്ക് ഹെൽത്ത് ചെക്കപ്പ് നടത്തുകയും വേണം. ഇതൊന്നും ഒരു സ്ഥാപനത്തിൽ നടത്തി കാണാറില്ല. കാരണം ഇതൊക്കെ നടത്തണമെങ്കിൽ അത് ഗവൺമെൻറ് ഓഫീസിൽ മാത്രമേ നടക്കുകയുള്ളൂ. പ്രൈവറ്റായിട്ട് ഒരിക്കലും ഇതൊന്നും പോസിബിൾ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ലേഡീസിന് രാത്രി വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അത് മതിയായ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യിക്കാൻ പാടുള്ളൂ എന്നും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും പലരും ഈ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ നൈറ്റ് ഷിഫ്റ്റൊക്കെ എടുക്കുമ്പോൾ മതിയായിട്ടുള്ള സെക്യൂരിറ്റി ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. പല സ്ഥാപനങ്ങളിലും ഇന്നും ESI ഫെസിലിറ്റി ഒന്നും കൊടുക്കാത്ത സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാൻഡേറ്ററി ആയിട്ട് ESI പോളിസീസൊക്കെ കൊടുക്കണമെന്നും പറയുന്നുണ്ട്. ESI ഫെസിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെന്ന നിലയിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസൊക്കെ വല്ലതും കിട്ടേണ്ട അവസ്ഥ വന്നാൽ അത് ഉപകാരമായിരിക്കും.
അതുമാത്രമല്ല പാൻ ഇന്ത്യ ആയിട്ട് സിംഗിൾ രജിസ്ട്രേഷൻ മതി എന്നും പറയുന്നുണ്ട്. ഇത് സിംഗിൾ രജിസ്ട്രേഷൻ്റെ കാര്യം നമുക്ക് കൂടുതലായിട്ട് ആൾക്കാരെ ബാധിക്കാറില്ല. അത് ചില പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ബാധിക്കുള്ളൂ. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ 95% ജോലി ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കുന്ന കാര്യം. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എത്രയാണോ സാലറി കിട്ടുന്നത് അത് കൃത്യമായിട്ട് മാസത്തിൽ 7-ാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാവരുടെ അക്കൗണ്ടിലും ക്രെഡിറ്റ് ആവണമെന്നും പറയുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും പോസിബിൾ ആവാത്തൊരു കാര്യമാണ്. കാരണം ഇവരിങ്ങനെ ഒരു റൂൾ ഇറക്കും, പക്ഷെ എത്ര പേരുടെ അക്കൗണ്ടിൽ സാലറി കറക്റ്റ് 7-ാം തീയതിക്ക് മുമ്പായിട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ടെന്ന് ആരെങ്കിലും തിരക്കാൻ വന്നായിട്ട് നിങ്ങൾക്കറിയാവോ? ആരും വരില്ല. ഇതിപ്പോൾ വന്നേക്കണ റൂളാണെങ്കിൽ പോലും നമ്മൾ പ്രൈവറ്റ് എംപ്ലോയീസ് ആണെങ്കിൽ ഇതൊക്കെ കണ്ടും ഇതൊക്കെ വലിയ കാര്യത്തോടെ നോക്കിയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു ഗവൺമെൻറ് എംപ്ലോയി ഇതേപോലത്തെ നിയമം വന്നിട്ട് അത് കുത്തിയിരുന്ന് നോക്കുന്ന ആരും കണ്ടിട്ടില്ല. കാരണം വേറൊന്നുമല്ല, അവർക്കെന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്കിത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ തൊട്ട് കഴിഞ്ഞാൽ ചോദിക്കാൻ ആൾക്കാർ വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ നാടിൻ്റെ ഒരു മോശപ്പെട്ട അവസ്ഥ തന്നെയാണ്. ശരിക്കും ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ പറയുവാണെങ്കിൽ ഇത് ശരിക്കും 2 തരത്തിൽ നമ്മുടെ സമൂഹത്തിനെ കാണുന്ന ഒരു രീതിയാണ്. സർക്കാർ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പിടിച്ച് നിൽക്കാൻ പറ്റൂ എന്നുള്ളൊരവസ്ഥയായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് ധാരാളം ആൾക്കാർ എന്നും ദിനം പ്രതി പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ രാജ്യങ്ങളിൽ സൗകര്യം കൂടിയിട്ടോ അവിടുത്തെ രാജ്യങ്ങൾ അത്ര നന്നായിട്ടോ അല്ല. നമ്മുടെ നാട്ടിൽ സാലറി ഇല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്ലേറ്റ് കഴുകാൻ നിന്നാൽ കൂടി ഒരു മിനിമം സാലറി കിട്ടും. നമ്മളത് വിദേശ രാജ്യത്ത് പോയി ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി സാലറി കിട്ടും. അത് നോക്കിയാണ് ഇന്നത്തെ യുവതലമുറ പുറത്തേക്ക് പോകുന്നത്. അത് ശരിക്കും വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ്. ഒരു 10 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ പകുതി കൂടി അങ്ങോട്ടേക്ക് പോകാനാണ് ചാൻസ്. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പണ്ട് കാലത്ത് ജോലി ചെയ്തിരുന്ന ആൾക്കാർ മാത്രമാണ് ഇപ്പോഴും നിലവിൽ നമ്മുടെ നാട്ടിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആൾക്കാരും പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ സാലറി കിട്ടില്ല. എന്ത് തന്നെ വന്നാലും കറക്റ്റ് ടൈമിന് സാലറി കിട്ടില്ല. ഇപ്പോൾ 7-ാം തീയതിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ 7-ാം തീയതി തന്നെ കറക്റ്റ് സാലറി കയറുന്ന എത്ര സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. അതില്ലാത്ത സ്ഥാപനങ്ങൾ എനിക്ക് പേഴ്സണലി അറിയാം. എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, കറക്റ്റ് നമ്മളൊരു മനുഷ്യൻ എടുക്കുന്ന ബാങ്ക് ലോൺ ആയിക്കോട്ടെ, EMI ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, മാസത്തിൽ ഒരു 1, 2, 3 മാക്സിമം ഈ തീയതിക്കുള്ളിൽ തന്നെ അവരത് ഡെബിറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ സാലറി കിട്ടുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലക്ക് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു സാഹചര്യങ്ങൾ വരുമ്പോഴാണ് മനുഷ്യൻ കടക്കാരനായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സർക്കാർ സ്ഥാപനം ആയിക്കോട്ടെ അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരായിക്കോട്ടെ, അവർക്ക് 31-ാം തീയതിയോ അല്ലെങ്കിൽ 1-ാം തീയതിയോ കറക്റ്റായിട്ട് തന്നെ സാലറി കയറും. അത് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റാണ്, ഓട്ടോമാറ്റിക് അവർക്ക് 1-ാം തീയതിയോ 31-ാം തീയതി രാത്രിയോ ആയിട്ട് അവർക്ക് സാലറി കയറാറുണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി അങ്ങനെ കാരണമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി അങ്ങനെ വരാത്ത ആൾക്കാരാണ്. കാരണം വെച്ചാൽ അവർക്ക് EMI ഒന്നും മുടങ്ങാറില്ല. കറക്റ്റ് ഡേറ്റിന് തന്നെ കൂടുതൽ ആൾക്കാർക്ക് സാലറി കിട്ടാറുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ അങ്ങനെയല്ല. നമുക്കാണ് സാലറി ഇഷ്യൂസ് കൂടുതലായിട്ട് വരാറ്. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗവൺമെൻറ് ജോലിക്കാർ മോശമാണെന്നോ അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്താൻ വേണ്ടിയോ പറയുന്നതല്ല. പക്ഷെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ് ഇതെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മളൊരു സാധാരണക്കാർ വർക്ക് ചെയ്യുമ്പോൾ അവർക്കും മാനുഷിക പരിഗണന വേണം. അവർക്കും കുറേ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് നമ്മുടെ നാട്ടിലെ നിയമവും നീതിന്യായമൊക്കെ മറന്നു പോകുന്നുണ്ട്. പലരും ഗവൺമെൻറ് ജോലി കിട്ടണമെന്നുള്ള നിലക്ക് PSC ടെസ്റ്റ് പഠിക്കാനും കോച്ചിങ്ങിനൊക്കെ ആയിട്ട് ധാരാളം സമയം കളയുന്നുണ്ട്. പക്ഷേ ഒരു 1000 വേക്കൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 500 നിയമനം പോലും നമ്മുടെ നാട്ടിൽ നടക്കാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കോൺട്രാക്റ്റ് ബേസിൽ ആൾക്കാരെ എടുക്കുന്നതുകൊണ്ടാണ്. എനിക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റിനുള്ള പല സ്ഥാപനങ്ങളിലും കാണാൻ പറ്റും. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ തന്നെ കോൺട്രാക്റ്റ് ബേസിന് ആളെടുത്ത് ജോലി എടുക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അവർക്കാകുമ്പോൾ ഒരു താൽക്കാലിക ശമ്പളം കൊടുത്താൽ മതി. PF, ESI മുതലായ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, പെൻഷൻ കൊടുക്കണ്ട, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കണ്ട. അപ്പോൾ ഗവൺമെൻറ്റിന് അതാണ് ലാഭം. അതുകൊണ്ട് കൂടുതലായിട്ട് ഇപ്പോൾ കോൺട്രാക്റ്റ് ബേസ് ആൾക്കാരാണ് എടുക്കുന്നത്. ആശുപത്രികളായിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, ഓരോ സ്ഥാപനങ്ങളായിക്കോട്ടെ, എല്ലായിടത്തും കോൺട്രാക്റ്റ് ബേസിൽ ആളെയാണ് എടുക്കുന്നത്.
ഈ കോൺട്രാക്റ്റ് ബേസിൽ ആളെടുക്കുമ്പോൾ പോലും ധാരാളം പൈസ നഷ്ടം വരുന്നുണ്ട്. കുറേയൊക്കെ കോൺട്രാക്റ്റ് പുറത്തുനിന്ന് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ കോൺട്രാക്ടർമാർ ധാരാളം പൈസ മുക്കിയിട്ടാണ് സാധാരണക്കാരിലേക്ക് അത് എത്തുന്നത്. ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്ത് റിട്ടയർഡായ ആൾക്കാരെ രണ്ടാമത് ആ സെയിം തസ്തികയിലേക്ക് കോൺട്രാക്റ്റ് ബേസിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ചിന്തിക്കുന്ന ഒരു ലാഭം എന്ന് വെച്ചാൽ പുതിയതായിട്ട് വരുന്നൊരു സ്റ്റാഫിനെ ആണെങ്കിൽ പണി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലർക്കിനെ തന്നെ പുതിയതായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്കുള്ള ഫുൾ സാലറി കൊടുക്കണം, അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കണം. അവരെ പുതിയതായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ജോലിയുടെ സ്വഭാവങ്ങളും അതുപോലെ എന്തൊക്കെയാണ് ജോലി എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ ലാഭത്തിന് വേണ്ടി ഒരു തസ്തികയിൽ നിന്ന് തന്നെ റിട്ടയർഡ് ആകുന്ന ആൾക്കാരെ തന്നെ അവിടെ കോൺട്രാക്റ്റ് ബേസിലെടുത്ത് ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ. ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്ത് നീതി, എന്ത് ന്യായം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ ടെസ്റ്റ് എഴുതി ജോലി ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ നാടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതാണ്, കരാർ നിയമനത്തിൽ മാത്രം ആളെ എടുക്കും. നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ജോലി സാധ്യത ഇല്ലാഞ്ഞിട്ടോ അല്ല, നമ്മുടെ സർക്കാരിൻ്റെ വളരെ മോശപ്പെട്ടൊരു കാര്യം തന്നെയാണിത്. ആർക്കും നിയമനം നടത്തുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് തുച്ഛമായിട്ടുള്ള വരുമാനത്തിനോ അല്ലെങ്കിൽ കുറച്ച് തുച്ഛമായിട്ടുള്ള ലാഭത്തിനോ വേണ്ടി കരാർ നിയമനത്തിൽ ധാരാളം ആൾക്കാരെ എടുത്ത് ജോലി എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി ജീവിക്കാനൊക്കെ സാധിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും പ്രൈവറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ആൾക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. 1 രൂപ പിടിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയാണ് അവർ ചെയ്യുള്ളൂ. ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്നും ബാധകമല്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ സാലറിയിൽ നിന്ന് അനാവശ്യമായിട്ടൊരു കാര്യങ്ങൾ പിടിക്കാറില്ല, അനാവശ്യമായിട്ട് സാലറിയിൽ നിന്ന് ഒന്നും തന്നെ ചെയ്യാറില്ല. അത് കാരണം തന്നെ അവർക്കൊന്നും അതൊരു പ്രശ്നമല്ല. ലീവുകളുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്, എന്തിനാണെങ്കിലും മുട്ടിന് ലീവാണ്. എന്ത് കാര്യത്തിന് വന്നാലും ലീവുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്കും ലീവുണ്ട്, അല്ലെങ്കിൽ ലീവ് കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും ആർക്കും വരാറില്ല. അതിപ്പോൾ ഏതൊരു പ്രൈവറ്റ് സ്ഥാപനം ആയിക്കോട്ടെ, സാധാരണ അവിടെ പണിയെടുക്കുന്ന എംപ്ലോയീസിന് ലീവ് കൊടുക്കാതിരിക്കാനേ നോക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് മാത്രമല്ല, ഒരു ലീവ് എടുക്കണമെങ്കിൽ 100 പേരുടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഒരാൾ ലീവ് എടുക്കുന്നത്. അതിപ്പോൾ ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ, ഒത്തിരി പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലീവ് എടുക്കണമെങ്കിൽ നമ്മൾ എത്ര പേര് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ലീവ് എടുക്കുന്നതെന്ന്. പക്ഷേ ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണെങ്കിൽ ഇങ്ങനെയാണോ? അല്ല. അവർക്ക് ലീവ് വേണമെങ്കിൽ അവർ ലീവ് രജിസ്റ്ററിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒന്ന് സൈൻ ചെയ്യാൻ വേണ്ടി പുട്ടപ്പ് ചെയ്തിട്ട് അവർക്ക് പോകാൻ പറ്റും. അത്രയേ ഉള്ള കാര്യമുള്ളൂ. പക്ഷേ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അത് നടക്കില്ല. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ സുഖിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടണം, അങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ അത് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ അതല്ല സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു ലീവ് അല്ലെങ്കിൽ ഒരു സാലറിയുടെ ഇൻക്രിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്കോ മാത്രമല്ല ലീവുകൾ വേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ എല്ലാവർക്കും വരാവുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും വരുന്ന കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് കോൺട്രാക്റ്റ് ബേസിലായിക്കോട്ടെ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലായിക്കോട്ടെ, കൂലിപ്പണി എടുക്കുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും വരുന്ന കാര്യമാണ്. പക്ഷെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ലീവ് കിട്ടണം. ഈ ലീവ് കൊടുക്കുന്ന സമയത്ത് പല സ്ഥാപനങ്ങളിലെ സാലറി കട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. മാസം ഇത്ര ലീവില്ലാത്ത ആൾക്കാർ വരെയുണ്ട്. നമ്മൾ ഒന്നിലധികം ലീവ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാലറി കട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ഓഫീസിൽ പോയി ഇരിക്കേണ്ട ഒരവസ്ഥ വരെ നമുക്ക് ഉണ്ടാവാറുണ്ട്. നിയമങ്ങളൊക്കെ ഇറക്കുമ്പോൾ അതുപോലെ തന്നെ ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരെ നന്നായിട്ട് പോകാൻ പറ്റുന്നൊരു നിയമം വേണം നമ്മുടെ നാട്ടിൽ ഇറക്കാൻ വേണ്ടി. അല്ലാണ്ട് ഉന്നത സ്ഥാനത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവർക്കോ അവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലല്ല ഒരു നിയമം ഇറക്കേണ്ടത്. ഒരു നിയമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ താഴേക്കിട ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഏറ്റവും ബെനിഫിറ്റായിട്ട് പറ്റുന്ന രീതിക്ക് വേണം ഒരു നിയമം വരാൻ വേണ്ടി. അതിൻ്റെ മുകളിലേക്ക് എത്ര പേര് സുഖിച്ചോട്ടെ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഒരു സാധാരണക്കാരന് നന്നായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു രീതിക്ക് വേണം ഓരോ നിയമങ്ങൾ വരാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ലേബർ കോഡ്സ് വരുമ്പോൾ നമ്മളൊന്നും ഒട്ടും സർപ്രൈസ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു നിയമം വന്നു, ഇതിന് പുറകെ ഇനി
കാരണം ഈ ഒരു നിയമം വന്നു, ഇതിന് പുറമേക്കും മുമ്പേക്കും വേറെ ഒന്നും തന്നെ ഇല്ല. ഈ നിയമം വന്നു, അത് പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കും, അല്ലെങ്കിൽ അത് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമായിട്ട് ഒതുങ്ങിപ്പോവും. അല്ലാണ്ട് ഒരിക്കലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഇതൊന്നും പാലിച്ച് ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഒരു മാറ്റങ്ങളും ഇതിന് പുറമെ നമ്മുടെ നാട്ടിൽ ഒരു കമ്പനികളിലും ഒരു ഓഫീസുകളിലും വരാൻ പോകുന്നില്ല എന്ന് 100% ഉറപ്പാണ്. ആദ്യമേ ഒരു നിയമം ഇറക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് ഏകീകൃതമായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സർക്കാർ ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് ഒരു വ്യക്തികൾക്ക് മാത്രം ഒരു നിയമം, മറ്റുള്ള കുറച്ച് പണിയെടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർക്ക് വേറെ നിയമം, അങ്ങനെയല്ല ഒരിക്കലും ഇറക്കേണ്ടത്. എല്ലാവർക്കും കിട്ടേണ്ട ആനുകൂല്യം അതാത് സമയത്ത് അതാത് സ്ഥലത്ത് കിട്ടണം. അതാണൊരു നിയമം വരുമ്പോൾ ചെയ്യേണ്ടത്. ഇത് ഇന്ത്യ രാജ്യമാണ്. അപ്പോൾ ഇവിടെ കിട്ടേണ്ട എല്ലാ പൗരന്മാർക്കും കിട്ടേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ കിട്ടണം. ആസ് എ കോമൺ മാൻ എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. ഈ വീഡിയോയിൽ പറയുന്ന കുറേ കാര്യങ്ങൾ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.